നമ്മൾ LDF സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എനിക്ക് ഉയർത്തിക്കാട്ടാനുള്ളത് IC 15 വർഷമായിട്ട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. അത് യാഥാർത്ഥ്യമാണ്. കാരണം ഞങ്ങൾക്ക് ഇത് പോയപ്പോൾ ബോധ്യപ്പെട്ടു. കാരണം ഒരു സ്ഥലത്തും പ്രത്യേകിച്ച് ഈ 15 വർഷത്തിനുള്ളിൽ ബാലകൃഷ്ണൻ MLA എന്ന രീതിയിൽ കൊണ്ടുവന്ന ഒരു പദ്ധതിയും ഒരു ഇതും ഇവിടെ ഈ നിയോജക മണ്ഡലത്തിലില്ല. ഒരുപാട് ആവശ്യങ്ങൾ ഈ നിയോജക മണ്ഡലത്തിലുണ്ട്, ഒരുപാട് പദ്ധതികളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും നമുക്ക് റോഡിൻ്റെ കാര്യം അറിയാം, അതുപോലെ ബൈരക്കുപ്പ പുൽപ്പള്ളിയിലാണെങ്കിൽ പാലം, അതുപോലെ ഗവൺമെൻറ് കോളേജിൻ്റെ കാര്യം, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ. ഇതൊന്നും അഡ്രസ്സ് ചെയ്യാൻ നിലവിലെ MLAക്ക് 15 വർഷമായിട്ട് കഴിഞ്ഞില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ജനം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. വോട്ടർമാരുടെ പ്രധാനമായും പറയുന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. കേരള സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഉടനീളം നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന്. രണ്ടാമത് ഈ ജില്ലയിൽ തന്നെ ഈ തൊട്ടടുത്ത നിയോജക മണ്ഡലം മാനന്തവാടി, അവിടെ നമ്മൾ നോക്കിയാൽ എല്ലാ തരത്തിലുള്ള വികസനവും വന്നിട്ടുണ്ട്. പശ്ചാത്തല മേഖലയാണെങ്കിലും അടിസ്ഥാനപരമായിട്ടാണെങ്കിലും റോഡാണെങ്കിലും പാലങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും. അതുപോലെ ഇപ്പോൾ കൽപ്പറ്റ നമ്മുടെ സർക്കാർ ചെയ്തിരിക്കുന്ന ഏറ്റവും ലോക മാതൃക മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള വീട്, അപ്പോൾ ഇതൊക്കെ പുനരധിവാസം, ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ പോരായ്മ ഇവിടെ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ MLA എന്ന രീതിയിൽ കൊണ്ടുവരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ MLAക്ക് അത് കഴിഞ്ഞില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു.